എടി ഞാൻ മേടിച്ച ഷെയ്ഡ് ഇതല്ല. ഷെയ്ഡ് അത് തന്നെ ആയിരിക്കും. നിന്റെ ചുണ്ടിന്റെ കളറെല്ലാം മാറിയായിരിക്കും. നീ നോക്ക്, ഇതാണ് ഞാൻ എപ്പോഴും ഇടുന്ന കളറ്. അതെ, ഈ ഓൺലൈനിൽ നിന്നൊക്കെ സാധനം മേടിക്കണേ ബ്രാൻഡ് നോക്കി മേടിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. എടുത്ത് ബ്രാൻഡഡ് ലിപ്സ്റ്റിക് ആടി. എന്നാ പിന്നെ ഇവള് പറഞ്ഞ പോലെ നിന്റെ ചുണ്ട് ഡാർക്ക് ആയതായിരിക്കും. എന്റെ ചുണ്ട് ഡാർക്കാവും ഞാനിപ്പോ വലിക്കണമൊന്നുമില്ല. അതിപ്പം വലിക്കണമെന്നൊന്നും ഇല്ലല്ലോ. പിന്നെ പ്രായം കൂടിയാലും അങ്ങനെ വരും. പ്രായം കൂടിയ ആർക്കാടി പ്രായം? പ്രായം കൂടിയെന്ന് നിന്നെ കണ്ടില്ല. 2 വയസ്സ് ഇളയത് തന്നെ ഞാൻ. പ്രായം കൂടിയെന്ന് വൃത്തിയിട്ടവള്. നീ ഒരു കാര്യം ചെയ്ത് റിട്ടേൺ അടിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാനൊക്കെ പറ്റും. കറക്റ്റ് കാര്യം പറഞ്ഞ റിട്ടേൺ അടിക്കും അവര്. ആണല്ലേ? ഞാനിപ്പോ പോകുമ്പോ എന്ത് കോപ്പെടുത്തിട്ടോണ്ട് പോകും? ഇനി തൽക്കാലം ഇതിട്ടോണ്ട് പോകും. കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലേ? നിന്റെ പഴയ സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞോ? എന്റെ പഴയ സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞെടുത്ത് കളയുകയും ചെയ്ത് പുതിയത് വാങ്ങിച്ചു. എനിക്കാണെങ്കിൽ ആ ഷെയ്ഡിൽ ഒരു കോൺഫിഡൻസ് ഇല്ല. ഈ പറ്റുമോ? ഇത് പറ്റുമോ? ഒന്ന് പോടത്തോണ്ട് ചാള കളറ് വേറെ ലിപ്സ്റ്റിക് വരെ എടുത്തിട്ട് പാടി. മാഡത്തിന് നമ്മുടെ ലിപ്സ്റ്റിക് ഒന്നും പറ്റില്ലല്ലോ, കോസ്റ്റ്യൂമേഡല്ലേ പറ്റുള്ളൂ. ഈ സമയത്ത് ഇത് പറയല്. എനിക്ക് ലിപ്സ്റ്റിക് എടുത്താ ചാരുവിന്റെ അടുത്ത് കാണുമ്പോ ഒന്ന് ചോദിച്ചു. നീ പോയി ചോദിക്കി. എടുത്തി ബോഡി പോയി എടുത്തിട്ട് നിനക്കാണ് ആവശ്യം, അപ്പൊ നീ പോയി ചോദിക്കും. എന്റെ പൊന്ന് ചെല്ലല്ലേ തങ്കോ. പോയിട്ട് എന്തിനു നമുക്ക് എന്തെങ്കിലും കോപ്പിയെ വാങ്ങിച്ചു തരാം. 2 കിൻഡർ ജോയ്, ഒരു ബോയ് ഒരു ഗേള്. എന്റെ ആവശ്യം പോലെ പോ, ഞാൻ വാങ്ങിച്ചു തരാം. ചെല്ലി ഉറപ്പല്ലേ? ആ ഉറപ്പ്. നല്ല കളർ എടുത്തിട്ട് പറഞ്ഞേ. എന്റെ ഷെയ്ഡ് അറിയാലോ. പോയി ലിപ്സ്റ്റിക് എടു. പോ. പാവം. പാവം. നിനക്ക് ഞാൻ കിൻഡർ ജോയ് വാങ്ങിച്ചിരുന്നെങ്കിൽ അവിടെ സ്വഭാവം നിനക്ക് അപ്പൊ കാണാൻ പറ്റും. വാങ്ങിച്ചോണ്ട് വരണടി. ആർക്ക്? അല്ല, എനിക്കും കൂടെ. ശരി, ഒരു സൈഡിൽ കൂടെ നീ ലോട്ടറി അടിച്ചോളാം. വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ആദ്യം അവൾ ആ ലിപ്സ്റ്റിക് പോയി വാങ്ങിച്ചിട്ട് ഇപ്പൊ നേരമായി. അവൾക്കും വേണമെന്ന് പറഞ്ഞു കുട്ടിയുടെ. എന്താ പവി നിന്റെ പ്രശ്നം? ശരി, ബ്രേക്കപ്പ് ആയിക്കോ. കാരണം എന്താന്ന് പറഞ്ഞിട്ട് നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ചാരു, എന്തുപറ്റി? എന്താ വന്ന്? ഒന്നുമില്ല. കാര്യം പറ. ഒന്നുമില്ല. ശരി, ഞാൻ പോവാ. ഞാൻ എന്തായാലും നിന്റെ അടുത്തേക്ക് വരാം. എനിക്ക് നിന്നെ കാണണം. എനിക്ക് കാര്യം എന്താന്ന് അറിയണം. അന്ന് പിന്നെ ഇതുപോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ആ പടം ലാൻഡ് ലൈനല്ലേ ഉള്ളൂ. ഇപ്പോഴല്ലേ എല്ലാ മൊബൈൽ ഫോണും അങ്ങോട്ട് മെസ്സേജ് അയക്കാം, ഇങ്ങോട്ട് മെസ്സേജ് അയക്കാം. അത് പിന്നെ അങ്ങനെ അങ്ങ് പോയി. എന്നിട്ടുണ്ടോ? അല്ല അമ്മാവ, ആ കുട്ടി ഉണ്ടല്ലോ. അല്ല, കുട്ടി ഇപ്പൊ ആന്റി ആയിക്കണോ? ഇപ്പൊ ആന്റി ഉണ്ടല്ലോ, അമ്മാവന്റെ ഫ്രണ്ടിൽ വന്നതിന് അമ്മാവൻ പണ്ടത്തെ പ്രണയ കഥകളൊക്കെ പറയും. അമ്മാവനുണ്ടായിരുന്നു ഇഷ്ടങ്ങളൊക്കെ. ഇത് എവിടെ കൊണ്ട് കേക്കണത്? ഞാൻ ഇരുട്ട വെളുക്ക രാമായണം വായിച്ചിട്ട് സീതാരാ മാപ്പിള ആർന്ന് രാവണൻ എന്ന് പറയും പോലെ അല്ലേ ഇരിക്കണത്. അങ്ങനെ അല്ലെന്ന്. ആ കൊച്ചിന് എന്റെ അടുത്ത് ഇഷ്ടമായിരുന്നില്ലേ. അത് പിന്നെ സാഹചര്യത്തിന്റെ സംഭവം കൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാവുള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ എന്നെങ്കിൽ ഇപ്പൊ ഒരു സാഹചര്യം അങ്ങോട്ട് ഒക്കുവാന്ന് വിചാരിച്ചു. ആന്റി ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് വരുവാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മാവൻ തുറന്നു പറയാ മനസ്സിലുള്ള കാര്യങ്ങൾ. അതങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ ഒരു സുഹൃത്തെന്ന നിലയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അങ്ങനെ വിടും. ഞാൻ കല്യാണം കഴിഞ്ഞില്ലേ, എന്റെ രുക്കൂല്ലേ, എന്റെ രുക്കൂനല്ലേ ഞാൻ നോക്കേണ്ടത്. പിന്നെ അത് അങ്ങനെയല്ലേ വേണ്ടത്. അത് കൊള്ളാം. നമ്മള് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പെണ്ണിന്റെ മുഖത്തോല് നേരെ നോക്കാൻ പാടില്ല എന്നാണ് പറയണത്. പിന്നെ അല്ലാതെ. അമ്മാവോ, നമ്മുടെ ചാരുവിന് എന്ത് പറ്റി? റൂമിൽ ഫോൺ ചെയ്തോണ്ടിരുന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നടേ. അതൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ള എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് കരയും. കരയാൻ വേണ്ടിട്ട് എന്തോന്ന് കാര്യം? അങ്ങനെ എന്തേലും ഒരു കാര്യമൊന്നും എനിക്ക് തോന്നല്ല. എന്തോ സംതിങ്. അയ്യോ അമ്മാവ, നമുക്കിപ്പോ നോക്കിയാലോ? അല്ല, കരയാനുള്ള കാര്യം തോന്നുന്നു. അറിഞ്ഞൂടാ. പവിയായിട്ട് വല്ല സൗന്ദര്യപ്പണക്കം വല്ല ആയിരിക്കും അമ്മാവാ. ചെറിയ സൗന്ദര്യ പിണക്കത്തിനൊന്നും എന്റെ മോൾ അങ്ങനെ കരയൂല. ആ മോളെ, ചാരുമോളെ, ഞാൻ വിളിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ പോണു. എന്ത് പറ്റിയതൊക്കെ? എന്തോ പറ്റാന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ലിപ്സ്റ്റിക് വെക്കാൻ വേണ്ടി റൂമിൽ പോയതാ. അപ്പൊ ഇരുന്ന് കരയുന്ന കണ്ടു.
അതിൽ കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല. ആണോ? ആ അതില് നിങ്ങളോട് തന്നെ ചോദിച്ചാ എന്താ പറ്റിയത്. അപ്പൊ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ. മോളെ ചാരുമോളോടെ ഒന്ന് പുറത്തു പോയി, ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയി. ഞാൻ വിളിച്ചിട്ട് പോലും നിന്നില്ല. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അമ്മാവ. എനിക്കൊന്ന് പവിയായിട്ട് എന്തോ സീൻ പൊട്ടിട്ടുണ്ട്. നിന്നോട് അവള് പറഞ്ഞോ? ഇല്ല, അവള് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പവി, എന്താ നിന്റെ പ്രശ്നം? നിനക്ക് കാര്യമൊന്നും അറിയത്തില്ലേ? എനിക്കറിയില്ല, അതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് ചോദിക്കുന്നത്. എനിക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, സീരിയസ്ലി. നീ എന്തേ ഉദ്ദേശിക്കുന്നത്? എടി നിനക്ക് ഞാൻ ഓക്കെ എന്നുണ്ടെങ്കിൽ നീ അങ്ങ് ഓപ്പൺ ആയിട്ട് പറഞ്ഞ നിർത്താം നമുക്ക്. നീ എന്ത് പിച്ചും പേയൊക്കെയാ പവി പറയുന്നത് എൻ്റെ അടുത്ത്? പിച്ചും പെയ്യോ? എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്നും മുഖത്ത് ഇപ്പോൾ നോക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അമ്മരൊക്കെ എന്നെ കാണുമ്പോൾ ചിരിച്ചോണ്ട് നടക്കുകയാണ് ഇപ്പോൾ. ഇതേ സഹിക്കുന്നതിനൊരു പരിധി. നീ കാര്യം ഒന്ന് പറ, എനിക്കൊന്നും മനസ്സിലാവണല്ലോ. ഫോൺ എടു നിന്റെ. ഫോണൊക്കെ എന്തിനാ? ഫോൺ എന്ത് തരാൻ ഇത്ര പേടി നിനക്ക്? നീ ഫോൺ എടു. ഫോൺ എടുക്കാനോ? നീ എന്തോ ഒരുമാതിരി ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഞാൻ ടോക്സിക്കോ അല്ല ഒന്നുമല്ല. നീ എന്നെ കൂടുതൽ ടോക്സിക് ആക്കാതിരുന്നാൽ മതി കേട്ടാ. ഫോൺ എടു. അങ്ങനെ നീ ഒന്ന് ആയി കാണിക്കും. ആ നീ എന്തിനു വിഷയം മാറ്റുന്നത്? എന്തിന് ഫോൺ എടുക്കാൻ പറഞ്ഞ വിഷയം മാറ്റുന്നത് എന്തിന്? നീ ഫോൺ എടുത്താ പോരെ? ഞാനിവിടെ വിഷയം മാറ്റി പോയി. നീ കാര്യം പറ, ഞാൻ ഫോൺ തരാം. പേടിക്കുന്ന എന്തിന്? നീ കാര്യം എന്താന്ന് പറ. ഫോൺ ചോദിക്കുമ്പോ നീ പേടിക്കുന്ന എന്തിന്? ഞാനവിടെ പേടിച്ച്. പിന്നല്ലാതെ നീ കാര്യം പറ. ഇത്ര ചീപ്പാണെന്ന് വിചാരിച്ചില്ല കേട്ടാ. പവി, 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 എന്താണ്? നിക്കൊന്ന്. എന്ത്? എവിടെ നിൽക്കാൻ? നീ കാര്യം എന്താന്ന് പറ. കാര്യം എന്തോ നിനക്ക് അറിഞ്ഞൂടെ? എനിക്കറിയില്ല. നീ വലിയ പുണ്യാളത്തെ ജമ്മയൊന്നും വേണ്ട. നിനക്ക് ഫോൺ തന്നെ എന്താണ് പ്രശ്നം? പവി, ഞാൻ എന്റെ ഫോൺ തരാം, പക്ഷെ നീ കാര്യം എന്താന്ന് പറ ആദ്യം. കാര്യം എന്താണെന്ന് പറ. നിന്റെ മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാലും എന്റെ കൂട്ടുകാരന്റെ അടുത്ത് തന്നെ. ഓ, നിന്റെ കൂട്ടുകാരനോട് ഞാൻ എന്താ കാണിച്ചെന്ന്? നീ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ? ഡേറ്റിംഗ് ആപ്പോ? എന്ത്? എന്തോന്ന് അറിയത്തില്ല ഡേറ്റിംഗ് ആപ്പ് എന്തോന്ന്? ഇല്ലടാ. നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് വയ്യേ? എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. നിനക്ക് ശങ്കർ എന്ന് പറഞ്ഞ ഒരാളറിയാമോ? ആ പഴയ സിനിമ നടനല്ലേ? പഴയ നടനാ? പഴയതല്ല, നിന്റെ പുതിയ കാമുകേ. എന്ത്? ഇവിടെ ആൾക്കാരുള്ള സ്ഥലമായി പോയല്ലേ, ഞാൻ നിന്നെ വല്ല ചെയ്തേനായിരുന്നു. നീയും അവനും തമ്മിൽ ഈ ഡിമ്പിൾ ആപ്പിൽ ചാറ്റ് ചെയ്യണമെന്ന് എല്ലാം ഞാൻ കണ്ടെടി. മൊത്തത്തിൽ ഞാൻ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നു. എടി അല്ലെങ്കിൽ സത്യം വിളിച്ചു പറയുമ്പോൾ നീ ഇങ്ങനെ തന്നെ പണ്ടേ കേട്ടാ. എവിടെ പോണു? വാ. ഫോണല്ലേ വേണ്ടത്? നോക്കെടുത്ത്. ഇനി എന്തിനെ ഡിലീറ്റ് ചെയ്ത് കാണുമല്ലോ. കഫേലോ ചോദിച്ചപ്പോ തരാൻ പറ്റത്തില്ലായിരുന്നല്ലോ. പവി, നീ നോക്കാൻ. എന്തോ നോക്കാം? ഇത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ ഡിലീറ്റ് ചെയ്യാൻ. കണ്ടാ ആപ്പില്ല. ഡിലീറ്റ് ചെയ്ത് ആപ്പില്ല. എവിടെ നിന്റെ കളി? എടാ പവി, ഞാൻ ഡിലീറ്റ് ആക്കി. ആ ഇനി നീ ഇത് കൂടി കേട്ടോ. നിന്റെ സകലமான ഫ്രണ്ട്സിനെ തപ്പിപ്പിടിച്ച് ഞാൻ ഫ്ലോട്ട് ചെയ്യോടാ. ഞാൻ ചാറ്റ് ചെയ്യും, നോക്കിയോ. ഐസായിട്ട് ഒഴിവാക്കുകയാണല്ലേ? അതെ, ഒഴിവാക്കാണ്. നീ കൊണ്ടേ കേസ് കൊടുക്കും. ചെല്ല്. കേസ് കൊടുക്കും. നീ കൊണ്ടേ കൊടുക്കടാ. കേസ് കൊടുക്കും. എന്റെ തെളിവുണ്ട്. എന്റെ തെളിവുണ്ട്. നീ അവനോട് ചാറ്റ് ചെയ്തതിന്റെ മൊത്തം തെളിവ് എന്റെ ഇരിപ്പുണ്ട്. കാണിച്ചു തരാം ഞാൻ. നോക്ക് നോക്ക്, എടുത്ത് നോക്കടി. നോക്ക്, കണ്ടാ? എടാ, ഇത് എന്റെ ഫോട്ടോ എന്റെ പേരുള്ള. പിന്നെ നിന്റെ ഫോട്ടോ നിന്റെ പേര് തന്നെ നീയല്ലേ ചാറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിന്റെ ഫോട്ടോ നിന്റെ പേരല്ലേ വരൂ? ഞാൻ ചാറ്റ് ചെയ്തിട്ടില്ല പവി. ചാറ്റ് ചെയ്തിട്ടില്ല? അയ്യോ, ആരോ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി ചാറ്റ് ചെയ്തേക്കോടാ. ഫേക്ക് പ്രൊഫൈല്? എങ്ങനെ ഫേക്ക് പ്രൊഫൈല്? ഫോട്ടോ നോക്ക്. നീ ഇന്നലെ അയച്ച ഫോട്ടോ ഉണ്ട് അതിനകത്ത്. നീ സ്റ്റെഫിയും ടീനയും കൂടെ എടുത്തിരിക്കുന്ന ഫോട്ടോ ഇല്ലേ ഇത്? തന്നെ ഇന്നലെ എടുത്ത ഫോട്ടോ ആണ് അതിനകത്ത്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? പിന്നെ ഞാൻ നമ്മളെ എടുത്ത ടോപ്പിൽ നീട്ടിരിക്കുന്ന അതിനകത്ത് തന്നെ. ഇത് ഫേക്ക് പ്രൊഫൈൽ എടുത്ത് ആരും മനഃപൂർവ്വം ചെയ്തതാ. നീ അല്ല പിന്നെ എങ്ങനെയാണ് നീ അയച്ചു കൊടുക്കണത്? നിന്റെ കൂട്ടരുടെ പേരെന്താന്ന് പറഞ്ഞ? ശങ്കർ. അവ അറിയത്തില്ലല്ലേ? എനിക്ക് അറിയത്തില്ല. നീ അവന്റെ അടുത്ത് വേഗം നീ വിളിച്ചവനെ. എന്തിന്? എന്നിട്ട് ആ പ്രൊഫൈലിലേക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ. മെസ്സേജ് അയക്കാനാ? മെസ്സേജ് അയക്കുന്ന എന്തിന്? നീ ഇവിടെ അയക്കല്ലേ, പിന്നെ നീ മെസ്സേജ് അയക്കണം. അത് തന്നെ ഞാൻ പറഞ്ഞത്. അവന് റിപ്ലൈ കിട്ടുകയാണെങ്കിൽ മനസ്സിലാവില്ല ഇത് ഞാനാണോ വേറെ ആരെങ്കിലും ആണോ ടെക്സ്റ്റ് ചെയ്തത്. വിളിക്കും. ഇതൊന്ന് തീരുമാനമാക്കിട്ട് പോയാൽ മതി. 1 minute. 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 1 min
ആടാ എടാ ഇന്നലെ പിന്നെ മെസ്സേജ് അയച്ച അക്കൗണ്ടിലോട്ടൊന്ന് മെസ്സേജ് അയക്കുന്നേ. ഇപ്പം അയച്ചിട്ട് വിളിക്കേ. ശരി. എന്തു പറഞ്ഞു? പലതും പറയും. എനക്കെന്ത് എന്തായാലും മെസ്സേജ് അയക്കും. മെസ്സേജ് അപ്പൊ നമുക്കറിയാം. മെസ്സേജ് അപ്പം കാണാം. കള്ളക്കളി പൊളിയൊന്നായപ്പോഴത്തേക്ക് ഓരോ ഉടായ്പ കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. കണ്ടു കഴിഞ്ഞാൽ മാഞ്ഞ്, കയ്യിലിരിപ്പ് മാഞ്ഞ്. എന്നാലും എൻ്റെ പൊന്നോ സമ്മതിക്കണം. കൂടെ നടന്നിട്ട് പണി പറ്റുന്നു. വിളിക്കുന്നേ വിളിക്കുന്നു. ഇന്ന് പൊളി മൊത്തം പറടാ. അയച്ച് തിരിച്ചയച്ചു. ഓൺലൈൻ. ശരി അല്ലേ, ഞാൻ വിളിക്കാടാ. ഓ എന്താണ് നിനക്ക് വേണ്ടത് ഭാവി? എന്താ വേണ്ടത് നിനക്ക്? എനിക്കും തോന്നുന്നത് ഫേക്ക് അക്കൗണ്ട്. റോഡായി പോയി, അല്ലെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ നിനക്ക് തന്നേനായിരുന്നു. നിനക്ക് തന്നെ സംശയോ? സംശയോ? അല്ല, അവന്മാര് പറഞ്ഞപ്പോഴേ നിനക്ക് നിന്റെ കൂട്ടുകാരെ വിശ്വാസമുണ്ട്, എന്നെ വിശ്വാസമില്ല അല്ലേ? അല്ലേ? എങ്ങനെ മെസ്സേജ് അയക്കാൻ എന്റെ ഫോട്ടോ അല്ല, അറ്റ്ലീസ്റ്റ് നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് അറിയാലോ. ഇപ്പൊ അതിൽ ഒലിപ്പേര് മെസ്സേജ് അയക്കുമല്ലോ. അത് ആദ്യത്തെ മെസ്സേജ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ, ബാക്കി ഞാനാണ് അയച്ചത്. ഇത്ര ചീപ്പായി പോലെ ഭാവി. അല്ല അതെ, നീ പോടാ. ഞാൻ കാര്യം പറയട്ടെ. സോറി. എന്ത് സോറി? ഈ തോന്നിയ ദിവസമൊക്കെ കാണിച്ചിട്ട് സോറി പറയണോ വേണ്ടത്? സ്നേഹം കൂടുതലുണ്ടല്ലോ. ഇതിന് സ്നേഹം എന്നല്ല പറയുന്നത്, ഇതിനെയാണ് സംശയം എന്ന് പറയുന്നത്. സോറി, ഞാൻ കാലുപിടി. എന്റെ കൈയും കാലൊന്നും ആരും പിടിക്കണ്ട. എടാ, സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി സ്നേഹിക്കാൻ പഠിക്കണം. ഇനി ഇമാതിരി വല്ല പരിപാടിയായിട്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ എന്റെ പാട്ടിന് പോകും. പോട്ടെ. എന്നാലും അത് ആരായിരിക്കും ചെയ്തത്? അത് തന്നെ ഞാനും ആലോചിക്കും, ഇത് ആരായിരിക്കും ചെയ്തത്? ഏതെങ്കിലും ഹാക്കർ ആയിരിക്കുമല്ലേ? ഹാക്കറാണെങ്കിൽ ഏതോ കൂടിയവനാണ്. അല്ലെങ്കിൽ നിന്റെ ഗാലറി കിടക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് എങ്ങനെ അവൻ പോസ്റ്റ് ചെയ്യണം അതല്ലേ? നീ അവനൊന്ന് വിളിച്ച്. ശങ്കറല്ലേ? വിളി. ശങ്കർ ആയിരിക്കും ഹാക്കർ. സ്റ്റെഫി, കുറെ നേരമായാലും മൊബൈൽ പിടിച്ചോണ്ടിരിക്കുന്നു. ചാരു ഇവിടെ കുറെ നേരമല്ലേ വന്നിട്ട്? അവളിപ്പോ വരുമല്ലോ. അല്ല, കുറെ നേരമല്ലേ പോയിട്ട്, കണ്ടില്ലല്ലോ. അവളിപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പൊ വരും. നമുക്കൊന്ന് പോയി നോക്കിയാലോ? മകളെ എടി ചാരു എടി. നമ്മളതാ പറഞ്ഞോണ്ടിരുന്നു, അവളെ കാണാനില്ല അമ്മാവാ. കാണാനില്ലേ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? എടി പോയി നോക്കിയാലോ? നോക്കാലോ. അമ്മാവ, നമ്മളെന്നാ ഡ്രസ് മാറിട്ട് വരാം. പെട്ടെന്ന് താഴെ ഇറങ്ങി കേട്ടാ. എടി ഫോണൊന്ന് മാറ്റി വേ. നീ ഒരു മിനിറ്റ്. നീ ഫ്രഷ് ആയി വരുമ്പോഴത്തേക്കും ഞാൻ പോയി ഫ്രഷ് ആവാം. ഇത്ര സമയം നോക്ക്. ഒരിടത്ത് പോണെന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഡ്രസ്സ് എടുത്തിട്ടോണ്ട് വരണമെന്നല്ല, ഒരുങ്ങി കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെഫിയേ, എന്താ എത്ര സമയമായി? അല്ല, അവള് വിളിച്ച് ഇപ്പൊ വരാന്ന് പറഞ്ഞു. ആര്? ചാരു. ആണാ? ഓ എന്നാ രക്ഷപ്പെട്ടു. ഇപ്പഴാണ് ഇത്തിരി ആശ്വാസമായത്. ടെൻഷൻ അടിക്കുന്ന കാര്യമുണ്ടോ? ആഹാ, അത് കൊള്ളാലോ. സ്റ്റെഫി, അവിടെ നീ ഇവിടെ പോയത്? ഞാൻ അവിടെ എന്നിട്ട് വിളിച്ചിരുന്നു, തിരിഞ്ഞു നോക്കാതെ പോയത്. ഒരക്ഷരം പറയാണ്ട് ഇറങ്ങിപ്പോയി. എന്താ? നീങ്ങി വന്നേ. ആ ഫോണിങ് വന്നേ. ഫോൺ തരാനാ പറഞ്ഞത്. ഫോൺ
വാ നോക്കാം. പോന്നാടി. നിക്കടി, എടി നിക്ക. നിനക്ക് എന്തൊരു മിനിറ്റ്. എടി ഒന്ന് ചോദിക്കടി, എന്തിനാ ഇവിടെ നെറ്റ് ഓടിക്കണ എനിക്ക് അറിയത്തില്ലടി. കാര്യം എന്താണെന്നറിയില്ല. കാര്യം എന്താണെന്നറിയില്ലാന്ന്. എടി എന്റെ പേരില് നീ ഡിമ്പിളിൽ അക്കൗണ്ട് തുടങ്ങിയല്ലേ? അയ്യോ അവളൊന്നും അറിഞ്ഞില്ല മാമ. അല്ല നീ ഇതെങ്ങനെ അറിഞ്ഞേ? അപ്പൊ ചെയ്തു നീ അല്ലേ? എടി നാണം ഉണ്ടോടി നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അഞ്ചാരു ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തൊരു ഫോട്ടോ ഒക്കെ ഇട്ടപ്പോ ഒരു മനുഷ്യന് മാച്ച് ആവുന്നില്ലടി. അപ്പൊ ഞാൻ നിന്റെ തെറ്റ് നോക്കി. ആണോ? എന്തോരം മാച്ച് കിട്ടുന്നു. എടുത്തപ്പുറത്തേക്ക് നിന്നെ. പക്ഷെ എനിക്ക് കൊറേ മാച്ച് കിട്ടി ചാരു. ആണോ? അതിനകത്ത് നിനക്കൊരു ശങ്കറിനെ മാച്ച് കിട്ടിയായിരുന്നോ? ആ കിട്ടി. ആണോ? കിട്ടിയോ? അതാരെന്നറിയോ? അത് പവയുടെ കൂട്ടുകാരനാടി. എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്നറിയോ? അതെ, ഈ ഡിംപിൾ എന്ന് പറഞ്ഞ എന്തോന്നു? അത് ഡേറ്റിംഗ് ആപ്പാണ് അമ്മാവാ. എന്നിട്ട് എന്താ എന്നാ എങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനത് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഓ എന്നിട്ട് ഞാൻ വേണമെങ്കിൽ പവിയോട് വിളിച്ച് സംസാരിക്കാം. വേണ്ട, പവിനോട് ഞാൻ സംസാരിച്ചെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നീ ഇപ്പൊ തന്നെ ആ ഫോൺ എടുത്തിട്ട് മര്യാദക്ക് ആ അക്കൗണ്ടും എന്റെ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണം. എന്തോന്ന് സ്റ്റെഫി, ഇതിന് വേറെ ഒരു പണിയില്ലേ? എന്നാലും സ്റ്റെഫി അയ്യേ പമ്പിള്ളൊക്കെ പോയി. എന്തോന്ന് അയ്യേ വെക്കാൻ, പ്രായപൂർത്തിയായ എല്ലാ ആൾക്കാർക്കും തുടങ്ങാൻ പറ്റും. ആണോ? പ്രായപൂർത്തിയായ എല്ലാരും ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്വന്തം ഫോട്ടോ ഇടണം, സ്വന്തം മുഖം ഇടണം. കണ്ടത് ചാരു, നീ ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കണം. ഞാൻ എന്റെ ഫോട്ടോ ഇട്ടപ്പോ എത്ര മാച്ച് കിട്ടിയില്ല, പക്ഷെ നിന്റെ ഫോട്ടോ ഇട്ടപ്പോഴല്ലോ മാച്ചിന്റെ ബഹളമായിരുന്നു.